ഹായ് ഹലോ സുഹൃത്തുക്കളെ, റാഫി സ്റ്റോറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബന്ധത്തെക്കുറിച്ചാണ്, സ്നേഹബന്ധത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബന്ധങ്ങൾ നിലനിർത്താനായി നമ്മൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ട്, അല്ലേ? ഒരുപക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അവർ നമ്മളോട് ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടും നമ്മൾ നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. ആ ഒരു ബന്ധത്തിന് ഒരിക്കലും യാതൊരു വാല്യൂയും അല്ലെങ്കിൽ യാതൊരു ആത്മാർത്ഥതയും ഉണ്ടാകില്ല എന്ന് ആദ്യം ഓർക്കുക. അയാൾ ചെയ്തതെല്ലാം നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ അതിൽ സത്യത്തിൽ നമ്മളല്ല, ഇതിൽ നമ്മൾ അവരെ അടിമകളാകല്ലേ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നിങ്ങൾ ഓരോരുത്തരും അവനവൻ ഒന്ന് ചിന്തിച്ച് നോക്ക്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം നമ്മളോട് ഒരാളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അല്ലെങ്കിൽ നെവറാക്കിക്കൊണ്ട് അവരാ ഒരു ബന്ധം മുറിച്ചു മാറ്റാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും അവർ നമ്മോട് ചെയ്തതെല്ലാം നമ്മൾ മറന്നുകൊണ്ട് എന്ത് ചെയ്യും? അവരുടെ വീണ്ടും വീണ്ടും ഇങ്ങനെ അടിമകളായിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അവരിതുപോലെ നമുക്കും നമ്മളെ ലൈഫിൽ നമ്മളോട് നമുക്ക് തന്നെ ഒരു റെസ്പെക്റ്റ് വേണം. മനസ്സിലാവുന്നുണ്ടോ? ആദ്യം സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് കാര്യം ഒരു കാര്യമില്ല. നമ്മളൊരാളെ അടിമയായിട്ട് നിന്നിട്ട് യാതൊരു കാര്യമില്ല എന്നാദ്യം മനസ്സിലാക്കുക. പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലും എന്നാദ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ ആ ഒരു ബന്ധം നിൽക്കും, ബന്ധം നിലനിന്ന് പോകും. സംഗതി ശരിയാണ്. പക്ഷേ ആ ഒരു ബന്ധത്തിൽ ഒരു ആത്മാർത്ഥതയും ആ ഒരു സത്യസന്ധതയും ആ ഒരു ബന്ധത്തിൽ ഉണ്ടാവില്ല. 100% ഫേക്ക് ആയിരിക്കും എന്നാദ്യം മനസ്സിലാക്കുക. സ്നേഹം ഉണ്ടാവും, ഉണ്ടാവില്ല എന്നല്ല. പക്ഷെ ഒരിക്കലും ആത്മാർത്ഥത ഉള്ളിൽ നിന്നും വരുന്ന ഒരു സത്യസന്ധതയും ആ ഒരു ആത്മാർത്ഥത ഉണ്ടല്ലോ, ഒരിക്കലും ഉണ്ടാവില്ല എന്നാദ്യം മനസ്സിലാക്കുക. ഓക്കെ, അത് അനുഭവിച്ചവർക്ക് പെട്ടെന്ന് റിലേറ്റ് ആവും ഇത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞതാണ് എന്ത്, നമ്മൾ സ്വന്തം ഇഷ്ടങ്ങളെ ബലി കൊടുത്തുകൊണ്ട് നേടുന്ന സ്നേഹത്തേക്കാൾ എത്രയോ ഉം, മനോഹരമാണ് നമ്മൾ നമ്മളായിരുന്നു കൊണ്ട് എന്ത് ചെയ്യാം, അനുഭവിക്കുന്ന ഈ ഏകാന്തത ഉണ്ടല്ലോ, അതിന് ഏറ്റവും വലിയ തിരിച്ചറിവാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ ആരെയും ഒന്നിനും നിർബന്ധിക്കാതിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? നിന്നെ സ്നേഹിച്ചതുപോലെ ഇപ്പം നീ ഇപ്പോൾ ഒരാളെ സ്നേഹിക്കണമെന്ന് നോക്ക്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മൾ ഒരിക്കലും വാശി പിടിക്കാതിരിക്കുക. ഞാൻ നിങ്ങൾക്ക് ഇനി ഒരു 3, 4 പോയിന്റുകൾ പറഞ്ഞുതരാം. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ വളരെ നല്ലതായിരിക്കും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേണ്ട എന്ന് വെച്ചവരെ തിരിച്ച് വിളിക്കാൻ പോലും ഇപ്പം നമ്മളൊരാൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ഓലെ ബാക്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, പിന്നെയും പിന്നെയും ഓരങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ നിൽക്കരുത്. ഒരുപക്ഷേ അത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാവും അത്. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സമയമില്ല എന്ന് പറയുന്നവരെ പിന്നാലെ പോകരുത്. ഇപ്പം നമ്മളിപ്പോൾ ഒരാൾക്ക് അത്രയും പ്രയോറിറ്റി കൊടുത്തിട്ട് ആ ഒരു വ്യക്തി നമുക്കത് തിരിച്ച് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, പിന്നെയും അവരെ ബാക്കിൽ ഇങ്ങനെ എന്ത് കെഞ്ചി കെഞ്ചി അവരെ പിന്നാലെ ഒരിക്കലും പിന്നെ പോകാതിരിക്കുക എന്നുള്ളതാണ്. നമ്മോട് ഇങ്ങോട്ട് എങ്ങനെയാണ് നിൽക്കുന്നത് അതുപോലെ നമ്മൾ അങ്ങോട്ട് നിൽക്കുക. നമുക്ക് ഇങ്ങോട്ട് പ്രയോറിറ്റി തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ? ഒരുപക്ഷേ എന്നാലും നമ്മൾ ചെയ്തു പോകും. ഒരുപക്ഷേ സ്നേഹക്കൂടുതൽ കൊണ്ടായിരിക്കാം. അതുപോലെയാണ് എന്ത് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അർഹിക്കുന്ന സ്ഥാനം നിങ്ങൾക്ക് നൽകാത്തവരെ നിങ്ങൾ ഒഴിവാക്കുക. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പം നമ്മളൊരാൾക്ക് നമ്മളെ ലൈഫിൽ നമ്മൾ അത്രയും നമ്മൾ വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ ലൈഫിൽ നമ്മളൊരു വ്യക്തിക്ക് അത്രയും വാല്യൂ കൊടുക്കുന്നുണ്ട്. ആ ഒരു വാല്യൂ, ആ ഒരു സ്നേഹവും പ്രയോറിറ്റിയും നമുക്ക് അവർ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യരുത്? നമ്മൾ അവിടെ പിന്നെ നിൽക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? അവരെ എന്താട്ടാ ഒഴിവാക്കുക എന്നതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തത് എന്ന് പറയുമ്പോൾ അവഗണിക്കുന്നവരെ ശല്യപ്പെടുത്താൻ പോകരുത്. ഇപ്പൊ നമ്മളൊരാള് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പോലും ഇങ്ങനെ നിരന്തരം നിരന്തരം നമ്മളെങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും നമ്മളെ ആക്ഷേപിച്ചുകൊണ്ടും നമ്മളെ അവോയ്ഡ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പിന്നെ എന്ത് ചെയ്യരുത്, പിന്നെയും അവരെങ്ങനെ അവരില്ലാതെ പറ്റൂല അല്ലെങ്കിൽ അവരോട് അത്രയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കരുത്. അതാദ്യം മനസ്സിലാക്കുക. അതൊക്കെ നമ്മൾ അവനവൻ ഏതൊരു വ്യക്തിയാണെങ്കിലും നമ്മൾ തന്നെ സ്വന്തമായിട്ടൊന്ന് ഒന്ന് ഒറ്റയ്ക്ക് ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാവുന്നതാണ്. ഏറെക്കുറെയൊക്കെ അത് അനുഭവിച്ചവർക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റബിൾ ആവുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സെൽഫ് റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ നമ്മൾ നമ്മൾ നമ്മളെ തന്നെ പുകഴ്ത്തുകയും നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യുക, അഭിമാനിക്കുകയും നമ്മൾ നമ്മളെ തന്നെ അംഗീകരിക്കുകയും ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ അതൊന്നും പുറത്തുനിന്ന് ഒരാൾ ചെയ്യൂല. ഒരാൾ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഉം. അപ്പോൾ ഒരാളെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാതിരിക്കുക. ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. സെൽഫ് റെസ്പെക്ട് ഉണ്ടാക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഉം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ആവശ്യത്തിന് മാത്രം ബന്ധം വെക്കുക. ഇപ്പൊ നമ്മളെ പോലത്തെ യൂസ് ആക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ ആദ്യം തിരിച്ചറിയാം. ഇവൻ നമ്മളെ യൂസിങ്ങിന് മാത്രമാണ് നമ്മളെ അവൻ എന്താക്കുന്നത്, കീപ്പ് ചെയ്യുന്നത് എന്ന് ആദ്യം നമ്മൾ തന്നെ മനസ്സിലാക്കുക. മനസ്സിലായോ? അത് നമ്മൾ ഏതൊരു വ്യക്തിനോടാണെങ്കിലും നമ്മൾ ഒരു സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ അവരൊരു പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓൻ നമ്മളോടുള്ളത് ആത്മാർത്ഥതയാണോ?
അല്ലെങ്കിൽ ശരിയായ സ്നേഹമാണോ? അല്ലെങ്കിൽ നമ്മളെ യൂസാക്കുന്നതാണോ? നമ്മളെ കീപ്പാക്കുന്നതാണോ? ഒക്കെ എന്ത് ചെയ്യും? നമുക്ക് ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവുമല്ലോ ഏറെക്കുറെ കഴിയുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളതുപോലെ ചെയ്യാ. ആവശ്യത്തിന് മാത്രം നമ്മൾ ആ ഒരു ബന്ധം വെക്കുക. നമുക്ക് ഓല് നമ്മളോട് എങ്ങനെ നിൽക്കുന്നത്? ഓലെ ആവശ്യത്തിന് മാത്രം. അതുപോലെ നമ്മളെന്ത് ചെയ്യുക? നമ്മളതുപോലെ അങ്ങോട്ടും ചെയ്തു കൊടുക്കുക. അത്ര തന്നെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. മനസ്സിലാക്കി വെച്ചുകാണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു അത്ര തന്നെ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഏതായാലും ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. ഓക്കെ.